നിങ്ങളെ രാമേശ്വരത്ത് വരികയാണെങ്കിൽ ഫസ്റ്റ് കടലിലാണ് കുളിക്കേണ്ടത്. ചിലപ്പോൾ നമ്മൾ രാമേശ്വരത്തായിരിക്കില്ല റൂം എടുത്തത്, എന്നാലും പ്രശ്നമില്ല. കടലിനടുത്ത് തന്നെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടെ നമ്മൾ വണ്ടി വെച്ചിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ ആവശ്യമായ ഡ്രസ്സും എടുത്തിട്ട് നമ്മൾ കടലിലേക്ക് പോയാൽ മതി കേട്ടോ. അവിടെ രാമേശ്വരം അമ്പലത്തിൽ ലഗേജും ഫോണും ഒക്കെ അലൗഡ് ആണ്. ഒന്നും നമ്മൾ ലോക്കറിൽ വെച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ കടലിനടുത്തെത്തി. നല്ല തിരക്കുണ്ടായിരുന്നു. ഈ ഒരു ഏരിയയിൽ നിങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ ഇച്ചിരി പ്രായമായ ആളുകളൊക്കെ ഈ ഒരു ഏരിയയിൽ ഇറങ്ങുകയാണ്. പിടിച്ചിറങ്ങാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ പാപങ്ങളൊക്കെ ഏതായാലും കഴുകിക്കളഞ്ഞു. എൻ്റെ രാമേശ്വരം കാശി യാത്ര ഇതോടുകൂടി കംപ്ലീറ്റ് ആയി. ഒരു 10 വർഷം മുമ്പ് ഞാൻ കാശിയിൽ പോയിട്ടുണ്ടായിരുന്നു. കാശി രാമേശ്വരം എന്നാണല്ലോ പറയാ. പിന്നെ സച്ചുവിന്റെ കേസിൽ നമ്മൾ ഈറനോടെ വേണം കുളിച്ച് കടലിൽ നിന്ന് മുങ്ങി അതേപോലെ വേണം അമ്പലത്തിലേക്ക് പോവാൻ എന്നൊക്കെ പറയും. പക്ഷെ സച്ചുവിന്റെ കേസിൽ അങ്ങനത്തെ റിസ്ക് എടുക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അവനെ തലയൊക്കെ തോർത്തിച്ചതിന് ശേഷമാണ് കേട്ടോ കൊണ്ടുപോയത്. അങ്ങനെ അമ്പലത്തിനുള്ളിൽ ഏകദേശം 22 സ്ഥലത്ത് നമുക്ക് കുളിക്കേണ്ടതുണ്ട്. സോപ്പ് തേച്ച് എണ്ണ തേച്ചുള്ള കുളിയൊന്നുമല്ല. 22 കിണറുകളാണ്. കിണറിനടുത്ത് നമ്മളെ ദേഹത്തേക്ക് വെള്ളം കോരി ഒഴിക്കാൻ ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ടാവും. അവർ ഒഴിച്ചോളൂ. അങ്ങനെ നമ്മൾ 1, 2, 3 ആ ഒരു ഓർഡറിൽ പോയിട്ട് 22ാമത്തെ കിണറിൽ കുളിക്കുന്നതോടുകൂടി നമ്മളെ പാപങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തീർന്നു എന്നാണ് പറയാ. അതിനുശേഷം അവിടെ തന്നെ ഡ്രസ് ചേഞ്ചിങ് റൂം ഉണ്ട്. ഡ്രസ് ചേഞ്ച് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് രാമേശ്വരത്തപ്പനെ കാണാൻ വേണ്ടി പറ്റുള്ളൂ. ക്യാമറയും മൊബൈലും ഒക്കെ ഉള്ളിൽ അലൗഡ് ആണ് കേട്ടോ.